ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകത്തിൽ ഗ്രഹനിലയിലെ 12ാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ 12ാം ഭാവം വരെ ഓരോരോ ഭാവങ്ങളിലായി നിൽക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ പറയുന്നു. പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം 12ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ വിരഹ ദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായി വേർപെട്ട് ജീവിക്കാൻ ഇടയുണ്ടാകും. ഇത് എപ്പോഴും ഉള്ള കാര്യമല്ല. ഉദാഹരണത്തിന് തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബവുമായി അകന്ന് കഴിയുന്നവർ ഉണ്ടല്ലോ. ഈ ജാതകന് വിദ്യയും ധനവും കുറവും ആയിരിക്കും. ജാതകന്റെ വിദ്യാഭ്യാസം പൂർത്തിയാകുകയും ഇല്ല. 12ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ നല്ല ഗുണങ്ങൾ ധാരാളം ഉള്ളവനും ആരോടും വളരെ സൗമ്യമായി സംസാരിക്കുന്നവനും ധർമ്മനിരതനും ആയിരിക്കുന്നതാണ്. അടുത്തത് 12ാം ഭാവാധിപൻ 3ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ബന്ധുജനങ്ങളെ സദാ ദുഷിച്ച് പറയുന്നവനും തനി സ്വാർത്ഥനായിരിക്കുന്നവനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 4ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ധനനാശത്തിന് ഇടവരുന്നവനും മാതാവിനെ ദുഷിച്ച് പറയുന്നവനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സുഖം കുറവായിരിക്കുന്നവനും ആവശ്യത്തിന് ധനവരവ് ഇല്ലാത്തവനും പ്രവൃത്തികൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നവനും മനോധൈര്യം ഇല്ലാത്തവനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിന്നാൽ ജാതകന്റെ മാതാവിനെ ദേഷിച്ച് പറയുന്നവനും ആവശ്യത്തിന് ധനവരവ് ഇല്ലാത്തവനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 7ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഭാര്യയുമായോ അല്ലെങ്കിൽ ഭർത്താവുമായോ വേർപെട്ട് വിരഹ ദുഃഖം അനുഭവിക്കുവാൻ യോഗമുള്ളവരായിരിക്കും. ഇത് എപ്പോഴുമല്ല. ഉദാഹരണം, തൊഴിൽ സംബന്ധമായും മറ്റും അകന്ന് കഴിയുന്നവർ. ജാതകൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവനും ആവശ്യത്തിന് ധനം തികയാത്തവനും വിദ്യയ്ക്ക് കുറവുള്ളവനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ വളരെ നല്ല ഗുണങ്ങൾ ഉള്ളവനും എല്ലാവരോടും വളരെ സൗമ്യമായി സംസാരിക്കുന്നവനും ധർമ്മനിരതനും ദീർഘായുസ് ഉള്ളവനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 9ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ബന്ധുജനങ്ങളെ ദ്വേഷിച്ച് പറയുന്നവനും സ്വാർത്ഥ ചിന്താഗതിക്കാരനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ആവശ്യത്തിന് ധനവരവ് ഇല്ലാത്തവനും പ്രവൃത്തികൾക്ക് പലവിധ തടസ്സങ്ങളും ഉണ്ടാകുന്നവനും മനോധൈര്യം ഇല്ലാത്തവനും സുഖം കുറവായിരിക്കുന്നവനും ആണ്. അടുത്തത് 12ാം ഭാവാധിപൻ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ധനവരവിനും പ്രവൃത്തിക്കും കുറവുള്ളവനും മനോധൈര്യമില്ലാത്തവനും സുഖം കുറവായിരിക്കുന്നവനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 12ൽ തന്നെ നിൽക്കുമ്പോൾ ജാതകൻ പണച്ചിലവ് തീരെ കുറഞ്ഞിരിക്കുന്നവനും നല്ല കാര്യങ്ങൾക്കായി മാത്രം ധനം ചിലവഴിക്കുന്നവനും അന്യ സ്ത്രീകളിൽ ആസക്തിയുള്ളവനും ദീർഘായുസുള്ളവനും ആയിരിക്കും. അടുത്തത് ഓരോ ഭാവത്തിലേക്കുമുള്ള ശുഭഗ്രഹ ദൃഷ്ടി, അശുഭഗ്രഹ ദൃഷ്ടി തുടങ്ങിയ ശുഭ അശുഭ ബന്ധങ്ങൾക്ക്
അനുസൃതമായി ഫലങ്ങൾ വ്യത്യാസപ്പെടുന്നതാണ്. ശുഭബന്ധങ്ങൾ കൊണ്ട് ശുഭഫലങ്ങളുടെ പുഷ്ടിയും അശുഭഗ്രഹ ബന്ധങ്ങൾ കൊണ്ട് അശുഭ ഫലങ്ങളുടെ പുഷ്ടിയും ഉണ്ടാകും. പൊതുവെ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.